രണ്ട് തെരഞ്ഞെടുപ്പ് മുൻപ് പിണറായി വിജയന്റെയും LDFന്റെയും എതിർപക്ഷത്തായിരുന്നു KM മാണിയും ജോസ് കെ മാണിയും. കാലം കടന്നു പോകുന്നതിനിടെ മാണി കോൺഗ്രസ് LDFിലെത്തി. ഇന്നിപ്പോൾ പാലായിലെത്തിയപ്പോൾ മാണിയെ പുകഴ്ത്തുകയാണ് പിണറായി വിജയൻ. ജോസ് കെ മാണിക്കുമുണ്ട് പ്രശംസ. LDFനെ ദുർബലപ്പെടുത്താൻ എതിരാളികൾ പലവിധ ശ്രമങ്ങൾ നടത്തിയപ്പോഴും പാറ പോലെ ഉറച്ചു നിന്ന് അതിനെ പ്രതിരോധിക്കുന്ന നിലപാടാണ്, ആ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുന്ന നിലപാടാണ് ജോസ് കെ മാണിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് ദിനം മാത്രമല്ല, പാലാക്കാർക്ക് വളരെ വേദനയുളവാക്കുന്ന ഒരു ഓർമ്മ ദിനം കൂടിയാണ്. ആ ഓർമ്മ ദിനം പാലയുടെ വീരപുത്രൻ KM മാണിയുടെ ഓർമ്മ ദിനമാണ്. ആ KM മാണിയുടെ ഓർമ്മ ദിനത്തിൽ പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന നിങ്ങളെല്ലാവരും നല്ല ഓർമ്മയോടെ KM മാണിയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് 2 അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ജോസ് കെ മാണിയെ വിജയിപ്പിക്കുക. അഖിൽ കെ വിവരങ്ങളുമായുണ്ട്. അഖിൽ കെ, KM മാണി പാലായുടെ വീരപുത്രൻ എന്നൊക്കെ KM മാണിയുടെ പ്രചാരണ വാഹനത്തിൽ വിളിച്ചു പറയുന്നത് കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അതും പിണറായി വിജയൻ. തീർച്ചയായും അത് തെരഞ്ഞെടുപ്പിന് മുൻപ് പാലായിലേക്ക് ഒരു ശക്തി പ്രകടനം അല്ലെങ്കിൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. മറ്റൊരു മണ്ഡലങ്ങളിലും ഒരുപക്ഷെ ഇത്തരത്തിലൊരു, അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് 4ാമത്തെയായിരുന്നു പാലയിൽ ഉണ്ടായത്. അതിനു മുമ്പ് ഒരു സ്ഥലത്തും പതിവ് പ്രസംഗങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏറ്റവും അവസാനം സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി പോകുന്നതിനപ്പുറത്തേക്ക് ഇത്തരമൊരു പ്രസംഗം മുഖ്യമന്ത്രി എവിടെയും നടത്തിയിട്ടില്ല. പക്ഷേ പാലയിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ മറ്റൊന്നായിരുന്നു. ആ രാഷ്ട്രീയ സാഹചര്യവും മറിച്ച് തന്നെയാണ്. കൃത്യമായി തന്നെ ആദ്യം ജോസ് കെ മാണിയെ പുകഴ്ത്തുന്നു. അതായത് LDFന്റെ പ്രവർത്തകർക്ക്, CPMന്റെ പ്രവർത്തകർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി അവിടെ നൽകിയത്. നമ്മൾ അതിനെ അങ്ങനെ കൂടി വായിച്ചെടുക്കുന്നത്. കാരണം നമുക്കറിയാം, ജോസ് കെ മാണി മുന്നണി വിടും അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണി വിടുമെന്ന ചർച്ചകളും ഒക്കെ ഒരു സമയത്ത് വളരെ സജീവമായിരുന്നു. പക്ഷേ മുന്നണി വിട്ടുപോയില്ല. ജോസ് കെ മാണിയോട് ഉറച്ചു നിന്നു. അതായത് ജോസ് കെ മാണി LDFനെ സമ്മർദ്ദത്തിലാക്കുക എന്നുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുക എന്നുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് കൃത്യമായി തന്നെ ആ കാര്യമാണ് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ അവിടെ ഉറച്ചു നിന്ന വ്യക്തിയാണ് ജോസ് കെ മാണി എന്ന് CPMന്റെ പ്രവർത്തകർക്ക് കൃത്യമായൊരു നിർദ്ദേശം അല്ലെങ്കിൽ കൃത്യമായ ഒരു വാഗ്ദാനം മുഖ്യമന്ത്രി നൽകി. അതിനുശേഷമാണ് ഇത്തരത്തിൽ KM മാണിയെ പുകഴ്ത്തുന്നത്. 9 തീയതി ഏപ്രിൽ 9 തീയതി തെരഞ്ഞെടുപ്പ് നൽകുന്നത് ഈ KM മാണിയുടെ വിട പറഞ്ഞ ദിവസം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ദിവസം പാലയുടെ വീരപുത്രനായിട്ടുള്ള KM മാണിയെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും പോയി ജോസ് കെ മാണിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ സന്ദേശം കൂടിയാവണം അവിടെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റെവിടെയും പറയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതലായി ജോസ് കെ മാണിക്ക് ഒരു പ്രശംസ അല്ലെങ്കിൽ KM മാണിയെ കൂടി പുകഴ്ത്തി പാലായുടെ മണ്ണിൽ നിൽക്കുമ്പോൾ അവിടെ പാലായിൽ എന്ത് രാഷ്ട്രീയം പറയണം, എന്ത് പറയണം, വിവരങ്ങൾ നൽകിയത് നമുക്കറിയാവുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, KM മാണി അന്തരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, അതിന് പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിലും ജോസ് കെ മാണിക്ക് അവിടെ വിജയക്കൊടി നാട്ടാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ KM മാണിയെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം വോട്ട് ചെയ്യാൻ എന്ന് മുഖ്യമന്ത്രി പറയുന്നതിൽ ധാരാളം രാഷ്ട്രീയാർത്ഥങ്ങൾ കൂടിയുണ്ട് എന്നത് പ്രധാനമാണ്.